ഹായ് നമ്മുടെ ആനുവൽ എക്സാം അടുത്തു അല്ലേ? അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ലീവ് എടുത്ത് പഠിച്ചോട്ടെ. ലീവ് എടുത്ത് പഠിച്ചാലല്ലേ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക, സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ആട്ടോ ഈ വീഡിയോ. പ്രത്യേകിച്ച് നമ്മൾ വലിയ വലിയ ക്ലാസ്സിലുള്ള ചേട്ടനും ചേച്ചിയൊക്കെ ഇപ്പോൾ റിവിഷൻ ആണ്, അതുകൊണ്ട് അവർ ലീവ് എടുത്ത് പഠിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അറ്റൻഡൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഞാൻ ലീവ് എടുത്ത് പഠിക്കാൻ വേണ്ടി പോവാന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മുടെ എക്സാം അടുത്തിരിക്കുന്ന സമയമാണ്. ജനുവരി മാസം കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇനി നമുക്ക് ഫെബ്രുവരി മാസവും മാർച്ച് മാസവും ഉണ്ട്. ഈ മാസങ്ങളിലൊക്കെ ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് തീരാനുണ്ട്. ഈ മാസങ്ങളിലൊക്കെ നമുക്ക് ഇനിയും ചാപ്റ്ററുകൾ പഠിച്ച് തീരാനുണ്ട്, സ്കൂൾ എടുക്കാനും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കാനുള്ള ചാപ്റ്ററാ. അപ്പോൾ എക്സാം അടുത്തിരിക്കുന്ന ഈ സമയം നമ്മൾ സ്കൂൾ ലീവ് ആക്കി കഴിഞ്ഞാൽ ഈ പാഠങ്ങളൊക്കെ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. അതായത് സ്കൂൾ ലീവ് എടുത്ത് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് നേടാമെന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങൾ പലർക്കും നേരെ തിരിച്ചായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. എക്സാമിന് മാർക്ക് കുറയായിരിക്കും ചെയ്യുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം അടുത്തിരിക്കുന്ന ഈ സമയം. അപ്പോൾ എക്സാം അടുത്തിരിക്കുന്ന ഈ സമയം നിങ്ങൾ സ്കൂൾ ലീവ് ആക്കുകയല്ല വേണ്ടത്, പകരം സ്കൂളിലോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ സ്കൂൾ ലീവ് ആക്കാം, അല്ലെങ്കിൽ ലീവ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കാം. നമ്മൾ 5ാം ക്ലാസ്സിലുള്ള എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവരും പറയാം ഈ സമയം നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകണം, ഈ സമയം സ്കൂൾ അറ്റൻഡൻസ് ക്ലോസ് ചെയ്തു എന്നൊന്നും വിചാരിച്ച് വീട്ടിലിരിക്കരുത്. സ്കൂളിൽ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും പാഠങ്ങൾ തീരാനുണ്ട്. ഫെബ്രുവരി മാസം മാത്രമല്ല, മാർച്ച് മാസം വരെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തീരാനുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അതിൻ്റെ വീഡിയോ ആയിട്ടും അതിൻ്റെ ലൈവുകളായിട്ട് ഇത് നമ്മുടെ എജുപോർട്ട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പോരാത്ത നമ്മുടെ എജുപോർട്ടിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിലുപരി ഓരോ നോട്ടുകളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ എജുപോർട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയും അയച്ചു തരും. അപ്പോൾ എജുപോർട്ടിൻ്റെ ആപ്പിൽ ഇതുകൊണ്ട് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആണ്. എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ ക്ലാസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നോട്ടുകൾ ആപ്പിലും കിട്ടും കേട്ടോ. ഓരോ യൂട്യൂബിലെ ലൈവിൻ്റെ ലിങ്ക് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും കിട്ടുക. ഒരുപാട് കാര്യങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ജോയിൻ ഫോർ നോട്ട്സ് എന്ന ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാരും മറക്കാതിരിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കാം. നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കാതിരിക്കുക കേട്ടോ. ബൈ.